തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മളെ ഉളൂവിന്റെ പൂർണ്ണതക്ക് ദിക്ർ ചൊല്ലി സ്വലാത്തല്ലണം. കുളിയുടെ പൂർണ്ണതക്ക് അതിന് ശേഷം ദിക്ർ ചൊല്ലി സ്വലാത്തല്ലണം. പഴയ കാലത്തെ വല്യമ്മമാരും വല്യപ്പമാരൊക്കെ ഈ ദുആ ചെയ്യാതെ ഒരൊറ്റ ഉളൂ കഴിഞ്ഞിട്ടും ഇങ്ങനെ ദ്വാരക്കാതെ ഒരു പൊരന്റെ ഉള്ളിക്കണ് കയറൂല. പൊരന്റെ പുറത്തുനിന്ന് അന്ന് ഉളൂ കൊടുക്കുക. കിണറ്റിന്ന് ഇങ്ങനെ വെള്ളം കോരിയിട്ട്, അന്ന് മോട്ടറൊന്നും ഇല്ലല്ലോ, കിണറ്റിന്ന് ഇങ്ങനെ വെള്ളം കോരിയിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആ പാത്രം ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് അങ്ങനെ ഉളൂ കൊടുക്കും. ഉളൂ കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം അവർ കുടിക്കും അല്ലേ. നമ്മളൊക്കെ വെള്ളം കുടിക്കണ ഒരു ബുദ്ധിമുട്ടാണ്. ഉളൂവിന്റെ ശേഷിച്ച വെള്ളം വാങ്ങി കൊടുക്കാറിന് നമുക്കൊന്നും ദഹിക്കണില്ല അല്ലേ. നമുക്ക് എന്താ ദഹിക്ക? ലി ഖബരി ഇന്ന ഫീഹി ശിഫാഅൻ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദീസിലുണ്ട് ആ ശേഷിച്ച വെള്ളത്തിൽ നിന്ന് കുടിക്കുമ്പോ രോഗത്തിന് ശമനുണ്ട്. രോഗം വന്നിട്ട് നമ്മളോട് കുടിക്കാൻ പറഞ്ഞാൽ എത്ര ടാങ്ക് വേണമെങ്കിലും കുടിക്കും നമ്മള്. വരുന്നതിന്റെ മുമ്പ് ഒരു കാവലായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരുക്കല്ല. നമ്മൾ ഈമാൻ ദുർബലപ്പെട്ടു പോയോ, അതിന് ശിഫയുണ്ട് എന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസിലുണ്ട്. അപ്പൊ ആ ശിഫക്ക് കാരണമാകുന്ന വെള്ളം കുടിച്ചതിന് ശേഷം അവരിങ്ങനെ ദ്വാരക്കും. 90 ആയാലും അവരെ എല്ലിനോ ബോഡിക്കോ ഒരു കുഴപ്പമില്ല അല്ലേ. പഴയ കാലത്ത് 90 നിൽക്കുന്ന വല്യമ്മമാരും വല്യപ്പാരും കണ്ട് ഓർമ്മ ഉണ്ടോ? അന്നത്തെ 90 ഇന്നത്തെ 90 എടുക്കും. അവര് ഹോസ്പിറ്റലിൽ പോയത് പോയതൊന്ന് കൂട്ടി നോക്കൂ സഹോദരങ്ങളെ, വെറുതെ പറയല്ല ഞാന്. ഇന്ന് 80-86 ആയ ഒരാള് മാസത്തിൽ 2 കുറി എങ്ങനെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്ന. അന്ന് 86 തീരെ പോയിട്ടില്ല. ഒരു പക്ഷേ പണ്ടെന്നോ പോയൊരു ഓർമ്മ അങ്ങനെ കഥ പോലെ പറയും വല്യമ്മ. പണ്ടൊരു 35-ാമത്തെ വയസ്സിലെ കാലൊന്ന് ഒടിഞ്ഞിന്ന്, അതൊന്ന് കെട്ടിക്കാൻ വേണ്ടി ആ വൈദ്യന്റെ അടുത്തൊന്ന് പോയി. അങ്ങനെ ഒരു 1.5 മാസം കൊണ്ട് കെട്ടിച്ചിങ്ങനെ അത് മാറി. ഗുളികൊന്നുമില്ല, ചെറിയൊരിങ്ങനെ തേക്കാളൊരു മരുന്നുണ്ട്, അതന്നെ. ബോഡിക്ക് നല്ല ശിഫയിരുന്നവര് നമ്മളൊന്ന് കൂട്ടി നോക്കി, നമ്മൾ എത്ര വെള്ളം കുടിച്ചു ഉളുവിന്റെ ശേഷം? ഉളുവിൽ നിന്ന് ശേഷിച്ച വെള്ളത്തിൽ നിന്ന്. അപ്പൊ അസ്പൃശ്യ തുടങ്ങൂലേ. അത് എല്ലാരും ഉളു കൊടുത്ത ഹൗദിൽ നിന്നാണ് വെള്ളം കുടിക്കണമെങ്കിൽ അതന്നെ ഈമാന്റെ കമ്മിയതാണ്. രോഗം വന്നോക്കട്ടെ, ഏതെങ്കിലും ഒരു ഉസ്താദ് കുറച്ച് വെള്ളം ആ ഹൗദിൽ നിർത്തുകൊണ്ടിരുന്ന പറഞ്ഞാല് ആ ഹൗദ് അന്ന് തുറന്നിട്ടില്ലെങ്കിൽ ചാടിയിട്ട് മുക്കി കൊണ്ടു കൊടുക്കൂല നമ്മള്. ഉസ്താദ് പറഞ്ഞു, നിങ്ങളെ നാട്ടിലെല്ലാരും ഉളു കൊടുത്ത ഹൗദിൽ നിന്ന് കുറച്ച് വെള്ളം ഇപ്പൊ കിട്ടണം. ഉസ്താദെ ഹൗദിലത്തെ വെള്ളം ചോദിക്കൂല. നമ്മൾ എന്ത് പറയും? ഈ രോഗം മാറണ്ടേ, ആ വെള്ളം കൊണ്ട് കൊണ്ടിരുന്നു. എല്ലാരും ഉളു കൊടുത്ത വെള്ളം കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവന്നു. ഉസ്താദില് മന്ത്രിച്ചു. നമ്മൾ നല്ല 100% ബോധത്തോടെ കുടിക്കുന്നേ ഇത് മാറണം. ഹദീസിൽ പഠിപ്പിച്ചാല് ശിഫയുണ്ട്. നമുക്കത് വന്നെങ്കിലേ ബോധ്യപ്പെടാനാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കണ്ട. നേരത്തെ തന്നെ അത് കുടിച്ചാൽ എന്തൊരു സുഖമുണ്ട്, ശരീരത്തിന് എന്ത് ആരോഗ്യമുണ്ട് സഹോദരങ്ങളെ. ഹജ്ജിന് പോകുന്ന ഹാജിമാരോട് സംസം കുടിക്കാൻ മാത്രമാണോ കൽപ്പിക്കപ്പെട്ടത്? അല്ല. സംസം തലയിലൊഴിക്കലും സുന്നത്തില്ലേ ഉണ്ട്. സംസം വെള്ളം തലയിലൊഴിക്കലും സുന്നത്തുണ്ട്. അത് അന്നത്തെ കാലത്ത് ആ സൗകര്യമായിരുന്നു. കിണറ്റിലേക്ക് നോക്കലും അതേ കോരിയെടുക്കലും അവർക്ക് സുന്നത്തുണ്ട്. ഇന്ന് സംവിധാനം മാറി. ഇന്ന് കുടിക്കാനും ഒഴിക്കാനും ഇന്നും കഴിയും. കിണറിലേക്ക് നോക്കാനുള്ള സംവിധാനം ഇന്നില്ല, കോരിയെടുക്കാനുള്ള സംവിധാനമില്ല. ഇന്നൊക്കെ പൈപ്പുകളാണ്. അതിൽ നിന്ന് അങ്ങനെ ഓരോ പാത്രത്തിലും ശേഖരിച്ച് വെക്കാൻ കഴിയും. എന്നാലും അതുകൊണ്ട് ശിഫക്ക് വേണ്ടി തലയിലൊഴിക്കാനും മുഖം കഴുകാനും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ ശിഫയുള്ള വെള്ളമാണല്ലോ മാഉ സംസം. വിശ്വസിക്കാൻ കഴിയോ? ആ സംസമിലും ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉളു എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ള ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളം പാത്രത്തിലാക്കി ഉളു എടുത്തതിന്റെ ബാക്കി വെള്ളം സംസം കിണറിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ നാട്ടിലും പരിസരത്തുള്ള ആളുകൾക്ക് ബേജാറ് കൂടി, ഇത് കുടിക്കണോ കുടിക്കണ്ടേ തീരുമാനിക്കണം. ഈ ഹദീസ് കണ്ടപ്പോ അവർക്ക് ബേജാറായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉളു എടുത്ത വെള്ളം സംസം കിണറിലേക്ക് ഒഴിച്ചു എന്ന് പറയുമ്പോഴേക്ക് ബേജാറ് തുടങ്ങി. എന്ത് ബേജാറോടാനാ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഉറവ പൊട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നല്ലേ സ്വഹാബത്ത് വ്യത്യസ്ത തലങ്ങളിൽ ഉളു എടുത്തത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ തങ്ങളെ കൈവിരലിലേക്ക് നോക്കുന്നു. കയ്യിന്റെ വരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകുന്നു. അംസാലൽ ഉയൂൻ, തടാകങ്ങളിലൂടെ വെള്ളം ഒഴുകും പോലെ പാത്രത്തിലേക്ക് തങ്ങൾ ഇങ്ങനെ വിരല് വെച്ചിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്.
ചോദിച്ചു, എത്ര പേരുണ്ടായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞങ്ങൾ 1000 പേരുണ്ടെങ്കിലും ആ വെള്ളം ഞങ്ങൾക്ക് മതിയാകുമായിരുന്നു. ആ ഘട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് 80 പേരാണ്. മറ്റൊരു സന്ദർഭത്തിൽ 150 പേരുണ്ട്, വേറൊരു സന്ദർഭത്തിൽ 300 പേരുണ്ട്. വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇതേ സംഭവം നടന്നിട്ടുണ്ട്. അതാണല്ലോ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള വെള്ളമേതാണ്? സംസം വെള്ളത്തെക്കാളും ബഹുമാനമേതിനാണ്? വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി സാബിഇൻ നബിയിൽ മുത്തബഅ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ നിർഗരിച്ചു വന്ന വെള്ളത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. വിശ്വാസമില്ലാത്തവൻ പറയുന്നു അതും വേസ്റ്റാണ് എന്ന്. മുഅ്മിനീങ്ങളെ, നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഹുദൈബിയയിൽ ഒരു കിണറുണ്ട്. ആ കിണറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജീറാനയിൽ ഒരു കിണറുണ്ട്. ആ കിണർ ഇന്ന് മൂടപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. അവിടെയുമുള്ള കിണറ്റിലും ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന്റെ ബാക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോഴും കുടിക്കുന്ന സൂക്ഷിക്കുന്ന സംസം വെള്ളത്തിലും അതുണ്ട്. അപ്പൊ വുളു എടുത്ത് ശേഷിക്കുന്ന വെള്ളം കുടിക്കുന്നത് വലിയ ശിഫയാണ്. സംസം വെള്ളത്തിന് അല്ലാതെ തന്നെ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് ഒന്നുകൂടി ഇരട്ടിയായി വർദ്ധിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്താണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് കൊണ്ട് ഇങ്ങനെ മാന്തി ഉണ്ടാക്കിയത്. അവിടെയാണല്ലോ നീരുറവ പൊട്ടിയൊഴുകിയത്. ശുദ്ധിയാക്കണമെന്ന് പലരും വാശി പിടിച്ചു. ആ കിണറിൽ പലതുമുണ്ടെന്ന്. പക്ഷേ ശുദ്ധിയാക്കാൻ ആർക്കും കഴിയുന്നില്ല. കാരണം വെള്ളം വറ്റിക്കാൻ ഏത് ഉപകരണങ്ങൾ വെച്ചിട്ടും വറ്റുന്നില്ല. അവസാനം അറബികളിൽപ്പെട്ടവർ തന്നെ പലരും പറഞ്ഞു, അല്ലാഹുവിന്റെ വെള്ളം അല്ല തന്നെ കാത്തുകൊള്ളും, നമ്മൾ എന്ത് ശ്രമിച്ചിട്ടും നടക്കൂല. മൂടപ്പെട്ടു പോയിരുന്ന കിണറാണ്. അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് പിന്നീട് അത് പുതുക്കി പുനരാരംഭിച്ചു, അത് കുഴിച്ചു. നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്നും അത് നിലനിൽക്കുന്നു. ആ ജലാശയത്തിലുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നതിന്റെ ശേഷിപ്പുണ്ട്. വുളു എടുത്ത വെള്ളത്തിൽ നിന്ന് ബാക്കി കുടിക്കണം. ശേഷം സ്വലാത്ത് ചൊല്ലണം.